ഭയങ്കര വയലൻ്റ് ആയിരുന്നു വണ്ടിക്കകത്ത്, നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ അവർക്ക് പേടി അവരെ കൊല്ലാൻ കൊണ്ടുപോവാണോ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് വിഷമിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നത് വലിയൊരു റബ്ബറും തോട്ടമാണ്. ആ റബ്ബറും തോട്ടത്തിനകത്തൊരു മോട്ടോർ പെരയ്ക്കകത്ത് ഒരു അമ്മയും മോളും. ഉറുമ്പരിച്ചും ഒക്കെ കിടക്കുന്ന ആളുകളെ ആയിരിക്കാം മിക്കവാറും ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു 7 മക്കളുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹമെന്ന്. സാരമില്ലെന്നോതിടും തൻ മാർവിനോടു ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നു അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നുമെന്നു അന്യനല്ലവൻ. ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം. ഇന്ന് ഞങ്ങൾ എക്സൽ മീഡിയയോടൊപ്പമാണ്. 400-ലധികം ആളുകൾ പാർക്കുന്ന ഒരു വലിയ ഭവനമാണ് ഗിൽഗാൽ ആശ്വാസഭവൻ. ശക്തമായ ദർശനത്തിൻ്റെയും ആത്മഭാരത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ഇന്ന് കാണുന്ന ഈ ഭവനം. ഇന്നേക്ക് 27 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിധവയും അനാഥയുമായ ഒരമ്മയുടെ സങ്കട യാചനയിൽ നിന്നാണ് ഈ ഒരു ആത്മഭാരം എൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിയുവാനിടയായത്. അസാധാരണമായ നൊമ്പരങ്ങളിൽ കൂടി കടന്നുപോയ ഒരമ്മ. എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം തകർന്നു പോകുവാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല. ഓമനിച്ചു വളർത്തിയ മക്കൾ ക്യാൻസർ പിടിപെട്ട് 14-ാമത്തെ വയസ്സിൽ മകൾ മരിക്കുന്നു. പിറ്റേ വർഷം മകൻ മരിക്കുന്നു. അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട ആ ദമ്പതികൾ വളരെ ജീവിതത്തിൽ ദുഃഖമനുഭവിച്ചു. അധികം താമസിക്കാതെ ആ ഭർത്താവ് മരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവരെ വേട്ടയാടി. നാളുകൾ കഴിഞ്ഞപ്പോൾ പുനർവിവാഹത്തിൽ ആശ്വാസമായി വന്ന ഭർത്താവും മരണപ്പെട്ടതോടെ ആ മാതാവാകെ തളർന്നു. ഒടുവിൽ അവർക്ക് സ്വന്തം ഭവനത്തിൽ ഒരഭയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതും ലഭ്യമാകാതെ വന്നപ്പോൾ പെരുവഴിയിലേക്കിറങ്ങിയ ആ അമ്മയുടെ കണ്ണുനീരാണ് എൻ്റെ കണ്ണുകളെ തുറക്കുവാനിടയായത്. 94-ൽ അവരവരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തപ്പോൾ ആ മാതാവിനെ നിരാശപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അവർക്കൊരു അഭയം അന്വേഷിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ കയറിയിറങ്ങി. ഒരിടത്തും അവർക്ക് വേണ്ടി ഒരു അഭയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ അമ്മയെ ഏറ്റെടുത്തുകൊണ്ട് 2000 ഒക്ടോബർ 9 മുതൽ ആരംഭിച്ച ഒരു ചെറിയ ഭവനമാണ് ഗിൽഗാൽ ആശ്വാസഭവൻ. ഇന്ന് ഈ ഭവനത്തിൽ 400-ലധികം മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഉൾപ്പെടെ പാർത്ത് ആശ്വാസം അനുഭവിക്കുന്നു. ഇവിടെ 400-ലധികം പ്രിയമുള്ളവർ ഇവിടെ താമസിച്ച സംരക്ഷണം അനുഭവിക്കുന്നു. ഓൾഡ് ഏജ് ആയിട്ടുള്ള പ്രിയമുള്ളവരിവിടെ താമസിക്കുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പ്രിയമുള്ളവർ, ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള സെർബൽ പാൾസി, ഓട്ടിസം, ഫിസിക്കലി ഹാൻഡിക്യാപ്പ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെ വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പ്രിയമുള്ളവരാണ് ഇവിടെ ആശ്വാസം അനുഭവിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിചരണവും സംരക്ഷണവും ഇവിടെ നിന്നും നൽകുന്നു. അവരിവിടെ സമാധാനത്തോടെ പാർക്കുന്നു. ഇവിടെ 400-ലധികം മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവിടെ പാർത്ത് ആശ്വാസം അനുഭവിക്കുന്നു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയെ ഞങ്ങൾ വളരെയധികം സന്തോഷമുള്ളവരാണ്, സംതൃപ്തിയുള്ളവരാണ്. ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന പ്രിയമുള്ളവരെന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ നിരാലംബരായി കഴിയുന്ന മാതാപിതാക്കൾ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ളവരുണ്ട്.
വിവാഹം കഴിക്കാതെ പ്രായമായി കഴിയുമ്പോൾ അവരെ അന്വേഷിക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രിയമുള്ളവരുണ്ട്. കർത്താവിൻ്റെ വേലയിലായി വിവാഹം കഴിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്ത് പ്രായമാകുമ്പോൾ അന്വേഷിക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, 200ഓളം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരിവിടെ ആശ്വാസം അനുഭവിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരു സഹോദരിയുടെ അനുഭവമാണ് ഞങ്ങൾക്ക് മാനസിക പ്രയാസമുള്ള ആൾക്കാരെ ഏറ്റെടുക്കുവാനുള്ള ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് ദൈവം തരുന്നത്. 3.5 വർഷം ചങ്ങലയിൽ കിടന്ന ഒരു കെട്ടപ്പെട്ടു പോയ ഒരു സഹോദരിയെ ഞങ്ങൾ കാണുവാനിടയായി. 3.5 വർഷം കുളിക്കാതെ 3.5 വർഷത്തെ മലമൂത്ര വിസർജനത്തിൽ അവൾ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച ഞങ്ങളെ കർത്താവ് കാണിച്ചു. അവളെ അഴിക്കുവാൻ കർത്താവ് ഞങ്ങളെ നിർബന്ധിച്ചു. അങ്ങനെ അവളെ അഴിച്ച് അവളെ ഗിൽഗാലിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുത്തപ്പോൾ അവൾക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കുവാനിടയായി. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം, മാനസിക രോഗികളിലുള്ള ആദ്യത്തെ അനുഭവം. രണ്ടാമത് ഞങ്ങൾ 7.5 വർഷം ചങ്ങലയിൽ കിടന്ന ഒരു സഹോദരനെ ഞങ്ങൾ കാണുവാനിടയായി. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു അവനെയും അഴിക്കാൻ. അവർക്ക് 2 പേർക്കും കൊടുത്ത വിടുതലാണ് ഇന്ന് 200ഓളം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരിവിടെ പാർത്ത് സംരക്ഷണം അനുഭവിക്കുന്നു. അതിൽ 16 വർഷം വരെ ചങ്ങലയിൽ കിടന്നവരുണ്ട്. മാതാപിതാക്കളെ വളരെയധികം ഉപദ്രവിച്ചവരും സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ പ്രിയമുള്ളവർ വരെ ഇവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, ശാരീരിക വൈകല്യങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ആളുകൾ, അതിൽ സെർബൽ പാൾസി, ഓട്ടിസം വന്നിട്ടുള്ള കുട്ടികൾ, ശാരീരിക ബുദ്ധിമുട്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്പ്, അംഗവൈകല്യം സംഭവിച്ച പ്രിയമുള്ളവർ, മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുള്ള കുട്ടികൾ, അങ്ങനെ നമ്മുടെ ശുശ്രൂഷ വേണ്ടിയ ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ പാർക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഞങ്ങളിവിടെ നൽകി വരുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഞങ്ങളിവിടെ ഏറ്റെടുക്കുമ്പോൾ വളരെ മുറിവുകളും ബെഡ്സോറുകളും ഉറുമ്പരിച്ചും ഒക്കെ കിടക്കുന്ന ആളുകളെ ആയിരിക്കാം മിക്കവാറും ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് അവരുടെ മുറിവുകളെല്ലാം കെട്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാന്തനം ആ മുറിവുകളിൽ കൊടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരമെല്ലാം കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായും. അവർക്ക് എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള കെയറും, മെഡിക്കൽ കെയർ, ഫിസിക്കൽ കെയർ, എല്ലാ കെയറും ഇവിടെ നിന്നും നൽകി വരുന്നു. അതുകൂടാതെ ആത്മീയമായി അവർക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ നൽകി വരുന്നു. അമിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഭൂമിയിൽ നിറവേറിടേണമേ. ദൈവം ഞങ്ങളുടെ കൈകളിൽ തരുന്ന പല പ്രിയപ്പെട്ടവരും വളരെ തകർന്ന അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ പറ്റാത്ത ചിലരുടെ മാത്രം അനുഭവങ്ങൾ ഒന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ കുമ്പനാട് ആറാട്ടുപുഴ റോഡ് സൈഡിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഓടയിൽ കിടക്കുന്ന വിവരം ഞങ്ങളെ അവിടെയുള്ള വാർഡ് മെമ്പർ വിളിച്ച് പറയാനിടയായി പറഞ്ഞു. ഞങ്ങൾ രാത്രി ചെന്ന് കാണുന്നത് ഒരു 80 വയസ്സോളം തോന്നിക്കുന്നൊരു വയോധികനായ മനുഷ്യൻ, അദ്ദേഹത്തിന് അരയ്ക്ക് താഴ്വശം വെള്ളത്തിലാണ്, അവശനായി ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 19 വ്രണങ്ങളുണ്ട്. അത് മുഴുവൻ തീക്കൊള്ളി കൊണ്ട് പൊള്ളിച്ച വ്രണങ്ങളാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്തു, കഞ്ഞിവെള്ളം കൊടുത്തു, കഞ്ഞി കൊടുത്തു, ലൈറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കി. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മലദ്വാരത്തിൽ എന്തോ ഉണങ്ങിയിരിക്കുന്നു. അത് കഴുകിയിട്ട് പോകുന്നില്ല. ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചത് വലിച്ചെടുത്തപ്പോഴാണ് ഏകദേശം 1 മീറ്റർ തുണിയാണ് അദ്ദേഹത്തിൻ്റെ മലദ്വാരത്തിൽ തിരികെ വെച്ചിരിക്കുന്നത്. അത്രമാത്രം ക്രൂരമായ പീഡനത്തിനിരയായൊരു പിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏകദേശം 6 മാസക്കാലം വളരെ സന്തോഷവാനായിട്ടിവിടെ താമസിച്ചു. അദ്ദേഹം മരിച്ചു. ഞങ്ങൾ പത്രത്തിലൊക്കെ ഇട്ടു.
അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകാൻ ആരും വന്നില്ല. ഇവിടെ തന്നെ സംസ്കരിച്ചു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു 7 മക്കളുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹമെന്ന്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായ പീഡനമാണ് അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ആ നിലയിലുള്ള വ്രണങ്ങളായിട്ട് മാറിയത്. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടവും തോന്നി. എന്നാൽ ആ പിതാവിനെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിപ്പാനിടയായി. ഇവിടെ അദ്ദേഹം ശരിക്കും ആശ്വാസം അനുഭവിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഞങ്ങളുടെ കൈകളിൽ ലഭിക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ സന്തോഷം അവരെ ശുശ്രൂഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് റാന്നിയിൽ നിന്നും ഒരു പിതാവിനെ ഞങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്നും അയ്യത്ത് ഒരു ഷെഡിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു രോഗമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വൻകുടൽ വെളിയിലേക്ക് ഇറങ്ങി ഏകദേശം 1 അടിയോളം ഇറങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ദുർഗന്ധവും അതിൻ്റെ ആ വ്രണവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം വീട്ടുകാരങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഉറുമ്പരിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു, പുഴുവരിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ആശ്വാസമുള്ളവനായി കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം എൻ്റെ പാസ്റ്റർ, ഞാൻ എത്രയോ നാൾക്ക് ശേഷം മഴ നനയാതൊന്ന് കിടക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നതിനോടൊപ്പം ഞങ്ങളുടെ കണ്ണുകൾ നിറയുകയാണ്. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ശുശ്രൂഷ നൽകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ. ആയതുപോലെ തന്നെ തിരുവല്ലായിക്കടുത്ത മോളി എന്ന് പറഞ്ഞൊരു സഹോദരി ഞങ്ങൾ അവിടെയുള്ള ബ്ലോക്ക് മെമ്പർ പറഞ്ഞു, ചെന്ന് കാണുമ്പോഴാണ് ഒരു ഇരുട്ട് മുറിക്കകത്ത് വസ്ത്രം ധരിക്കാതെ 10-15 വർഷത്തോളം ആ മുറിക്കകത്ത് എല്ലാ അവശിഷ്ടങ്ങളുമുണ്ട്. അവളുടെ മുടി ജടയായി മാറിയിരിക്കുകയാണ്. ആ മുടിയിൽ അവളുടെ മലമൂത്ര വിസർജനവും ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ആ മോൾ ഇവിടെ ഏറ്റവും സന്തോഷവതിയായിട്ട് കഴിയുകയാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന ദേഹ ശുശ്രൂഷ, ആഹാരം കൊടുക്കുന്നത്, സ്പിരിച്വലായിട്ടുള്ള കെയർ കൊടുക്കുന്നത്, മാനസികമായ സന്തോഷം നൽകുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇവിടെ 1.5 വയസ്സ് മുതൽ 95 വയസ്സ് വരെ പ്രായമുള്ള പ്രിയമുള്ളവരാണ് ഇവിടെ പാർക്കുന്നത്. അവരുടെ മക്കളാകുവാൻ, അവരുടെ മാതാപിതാക്കളാകുവാൻ, അവരുടെ ദൈവം വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ദൈവം തന്നു. അവർക്കും അതുപോലെ തന്നെ സന്തോഷമാണ്. അവരുടെ അമ്മയാകുവാൻ, അവരുടെ അപ്പനാകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ദൈവം തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും ഇതിൻ്റെ ആരംഭം വിശ്വാസത്താലാണ്. ഒന്നും ഞങ്ങളുടെ മുൻപിൽ കാണാനില്ലായിരുന്നു. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് രവിപേരൂരാണ്, നെടുമ്പർത്തുമല എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് പേങ്ങാട്ട് TV വർഗീസിലെ കുഞ്ഞുവൻചാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ 3 മുറിയിലാണ് ഈ ഭവനം ആരംഭിക്കുന്നത്. പിന്നീടാണ് ഈ സ്ഥലം അദ്ദേഹം വിൽക്കാനുള്ള തീരുമാനം അറിയിക്കുന്നതും വിശ്വാസത്താൽ വാക്ക് പറഞ്ഞു ദൈവകൃപയാൽ ആ സ്ഥലം വാങ്ങാൻ സാധിച്ചു. എന്നാൽ ആരംഭ സമയത്ത് ശരിക്കും എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് വിഷമിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളെ ദൈവം വിശ്വാസം പഠിപ്പിച്ചത്, അന്ന് ഏകദേശം 8 പേരോളം ഉണ്ട്. അന്ന് ഉച്ചയ്ക്ക് ആഹാരത്തിനുള്ള അരിയില്ല, തേങ്ങയില്ല, വെളിച്ചെണ്ണയില്ല. സാലി എന്നോട് ഈ ആവശ്യം പറയുമ്പോൾ വളരെ വിഷമിച്ചു പോയി. കാരണം എങ്ങും ആരോടും ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അടുത്തെങ്ങും പരിചയമുള്ള കടകളില്ല. ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു 9 മണിയായപ്പോൾ ഒരു പെട്ടിയോട്ടോയിൽ ഉരിയാക്കരി, 30 തേങ്ങ, 5 കിലോ വെളിച്ചെണ്ണ, ഇത്രയും സാധനം ജോർച്ചാൻ, മല്ലപ്പള്ളി എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു ജോർച്ചാൻ അദ്ദേഹം കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഞാനും സാലിയും അല്ലാതെ ഇതാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം തലേ ദിവസമേ ഞങ്ങളുടെ ഇല്ലായ്മ അറിഞ്ഞു. ആ ജോർച്ചാൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം ദൈവം കൊടുത്തു. അവിടെയുള്ള ഡ്രൈവറോട് പറഞ്ഞു, നീ നാളികേരം കുറച്ച് വെളിച്ചെണ്ണയും, ആട്ടിയ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, ആ വെളിച്ചെണ്ണയും പോകുന്ന വഴിക്ക് കുമ്പരാണ്ടെന്നൊരു കരിയും വാങ്ങിച്ചു കൊടുക്കണമെന്ന് തലേ ദിവസമേ പറഞ്ഞു വെച്ചിരുന്നു. സാലി രാവിലെയാണ് എന്നോട് ഈ ആവശ്യം പറയുന്നത്. അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ദൈവം ഈ ഭവനത്തെ അറിയുന്നു, ഒരിക്കലും ഇതിനൊരു പട്ടിണി വരാതെ ദൈവം നടത്തുമെന്ന് ഞങ്ങളുടെ ഒരു അനുഭവമായിട്ട് മാറുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ മക്കൾക്ക് ഒരു നേരം പോലും ആഹാരം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഒരു നേരം പോലും അവരെ പട്ടിണിക്കിടാനിടയാകാതെ ഇന്ന് വരെ ഈ ഭവനത്തെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി.
അന്ന് മുതൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവമാണ് അറിയുന്നത്. തക്ക സമയത്ത് ദൈവം ആരെങ്കിലും ഒരുക്കും, ചില ദൈവദൂതന്മാരെ ഒരുക്കും. അന്ന് മുതൽ ഇന്ന് വരെ ആ അനുഭവങ്ങളോടുകൂടിയാണ് ഈ സ്ഥാപനം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്താൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിലും വളരെയധികം ശക്തമായ പ്രതികൂലവും ശക്തമായ കഷ്ടതകളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങളുടെ ശരിക്കും സേവനം എന്താണെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. 5 വർഷം ശരിക്കും ഞങ്ങളെ കർത്താവ് വളരെയധികം പരീക്ഷണത്തിൽ കൂടി കർത്താവ് കടത്തിവിട്ടു. 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 50 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നത്. അതുപോലെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. എന്താണ് സേവനമെന്നും എന്താണ് കഷ്ടതയെന്നും എന്താണ് വിശ്വാസമെന്നും എന്താണ് ത്യാഗമെന്നും എല്ലാം കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഒന്നേ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തരുന്നത്. കഴിഞ്ഞ 24 വർഷമായി ആ അദൃശ്യകരം ഞങ്ങളെ താങ്ങി നടത്തുന്നു. അനേക പ്രാവശ്യം കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അനേക ദൈവദൂതന്മാരെ ഈ ഭവനത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. വൻശോധനയേറിടുമ്പോൾ വേഗിടുമാശ്വാസം താൻ, വൻശോധനയേറിടുമ്പോൾ വേഗിടുമാശ്വാസം താൻ, അങ്ങനെ സ്നേഹിച്ചു ഞാൻ അങ്ങേക്ക് ജീവിച്ചിരും, അങ്ങനെ സ്നേഹിച്ചു. ഒരു ദിവസം ശക്തമായ മഴയാണ്, 2 ആഴ്ചയായിട്ട് നിൽക്കുന്ന മഴയാണ്. തുണികൾ, ഇത്രയും പേരുടെ തുണികൾ വിരിച്ച് ഉണങ്ങുവാൻ വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ഉണങ്ങത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അമ്മച്ചിമാരുടെ വാർഡിൽ 40ഓളം പേര് താമസിക്കുന്നുണ്ട്. ആ വാർഡിൽ വിരിക്കുവാൻ ബെഡ്ഷീറ്റില്ല. എല്ലാ ബെഡ്ഷീറ്റും നനഞ്ഞ് ഒരാഴ്ചയായിട്ട് ഉണങ്ങാതെ കിടക്കുകയാണ്. വാർഡിൽ ചെല്ലുമ്പോൾ ബെഡ്ഷീറ്റ് ഇല്ലാതെ അമ്മച്ചിമാർ ബെഡ്ഷീറ്റ് ഇടാതെ കിടക്കുകയാണ്. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, സ്റ്റാഫ് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കർത്താവ് നമുക്ക് ഒരേപോലെയുള്ള 40 ബെഡ്ഷീറ്റ് തരണം, നിങ്ങൾ പ്രാർത്ഥിയിട്ട് കർത്താവ് അത്ഭുതം ചെയ്യും, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയം കർത്താവിൻ്റെ സന്നയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും ഒരു ഫാമിലി വന്നു. ആ ബ്രദർ ഞങ്ങളോട് പറയുന്നത്, 1.5 ആഴ്ചയായിട്ട് ദൈവാത്മാവ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മാസം മുമ്പ് അവർ ഒരു പാക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്, ഗിൽഗാൽ ആശ്വാസവനിൽ തരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. അങ്ങനെ അവർക്ക് വരാനുള്ള സമയം കിട്ടിയില്ല. വൈഫിനോട് ചോദിക്കുമ്പോൾ പറയും നാളെ പോകാം. അവരുടെ തിരക്ക് കൊണ്ട് വരാനിടയായില്ല. അങ്ങനെ ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയം വെച്ചതിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ പുള്ളിക്കാരൻ വൈഫിനോട് പറഞ്ഞു, നീ വരുന്നുണ്ടോ, അല്ല എങ്കിൽ ഞാൻ എത്രയും വേഗം ഞാൻ ഗിൽഗാലിൽ പോവുകയാണ്, നീ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, അല്ല എങ്കിൽ ഞാൻ തനിയെ പോവുകയാണെന്ന്. ആ ബോക്സുമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ 40 ബെഡ്ഷീറ്റ്, അതേപോലെ തന്നെ ഒരേ കളറുള്ള ഒരേപോലത്തെയുള്ള 40 ബെഡ്ഷീറ്റ്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ സ്റ്റാഫിനെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതമായിപ്പോയി. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് അതേപോലെ തന്നെ 40 ബെഡ്ഷീറ്റ് 40 ഒരേപോലെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ ബ്രദർ ഞങ്ങൾക്ക് കൊണ്ടുതന്നതും 40 ബെഡ്ഷീറ്റ് അത് ഒരേപോലത്തെ. അങ്ങനെയുള്ള ചെറിയതും വലുതുമായിട്ടുള്ള അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾക്കൊരു പ്രാവശ്യം ഞങ്ങൾക്ക് വിറക് ഇല്ല, ഭയങ്കര മഴയുള്ള സമയത്താണ്. ഇത്രയും പേർക്കുള്ള ആഹാരം ഞങ്ങൾക്ക് ചെലവഴിക്കണമെങ്കിൽ നല്ലവണ്ണം വിറകിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് വിറകില്ല. സഹോദരിമാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി. 8 മണിയായപ്പോൾ ഉച്ചക്കത്തേനുള്ള ആഹാരത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ വിറകില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഇവിടെ വലിയൊരു എംസാൻഡ് വണ്ടി ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുവാനിടയായി. ആ എംസാൻഡ് വാഹനം നിറച്ചും ഉണങ്ങിയ വിറക് അത് കുത്തിയിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് ഈ ഉണങ്ങിയ ഇത്രയും വലിയൊരു വാഹനത്തിൽ കയറ്റി ഇവിടെ വിട്ടത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്ക് അത്ഭുതമായി. അങ്ങനെ പാസ്റ്ററുടെ ഡ്രൈവർ പറഞ്ഞു ഇന്ന നമ്പറിൽ ഒന്ന് വിളിക്കണമെന്ന്. അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറയുകയാണ്, മധുവായിൽ പുള്ളിക്കാരൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗിൽഗാൽ ആശ്വാസഭവനെന്ന് പുള്ളിക്കാരന് വെള്ളി അക്ഷരത്തിൽ എഴുതി കാണിച്ചു. അന്നേരം പുള്ളിക്കാരന് പെട്ടെന്ന് തോന്നി എനിക്ക് അവിടെ നിന്ന് വിറവ് കൊടുക്കണമെന്ന്. പുള്ളിക്കാരന് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും എം സാൻഡ് വണ്ടിയിൽ അത്രയും വിറക് ഇവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ 24 വർഷത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എത്ര നല്ലവൻ നല്ലവൻ എത്ര നല്ലവൻ നല്ലവൻ ഏത് നേരത്തും ശരിക്കും പറഞ്ഞാൽ ഇത് മൃഗങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമുള്ള, ഇണക്കമുള്ള, നമുക്ക് നന്മ തരുന്ന, നമുക്ക് പാല് തരുന്ന, ശരിക്കും പറഞ്ഞാൽ പാല് മാത്രമല്ല, ഇപ്പം ഇതിൻ്റെ ചാണകം തന്നെ ഒരു നല്ല വരുമാനമാണ്. ഇവിടെയുള്ള കൃഷിക്ക് ഉപയോഗിക്കാനും ആവശ്യക്കാർക്ക് കൊടുക്കാനും ഒക്കെ അതുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഈ മൃഗപരിപാലനം ഇവരൊക്കെയാണ് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുങ്ങളെ നമ്മൾ സ്നേഹിക്കുക, അതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക, അതുങ്ങൾ നമുക്ക് പാല് തരും, അതുപോലെ തന്നെ വരുമാനം തരും. അതൊക്കെയാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. ഇത് നമ്മളെ ചാണകം ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ ചാണകം ഇടഞ്ഞു വരും. ഉണ്ടോ? ചാണകം ഇടഞ്ഞു വരും. ചാണകം ഷെഡിൻ്റെ അകത്ത് നമ്മൾ ഉണക്കും, ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഇടഞ്ഞ് മറ്റു വളങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. കൂടുതലും ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതാണ് ഗിൽഗാൽ ആശ്വാസത്തിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം. ഇവിടെ വിളഞ്ഞ ഫ്രൂട്ട്സ് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഞങ്ങളുടെ എല്ലാ മക്കൾക്കും കൊടുക്കാൻ സാധിച്ചു. വളരെ രുചികരവും ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതുമായ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു വിദേശയിനം ഫ്രൂട്ടാണ്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ടുണ്ടാകും. അതിവിടെ ഉണ്ടായി ഏകദേശം 500 കിലോയോളം ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം, ഈ വർഷം കൊണ്ട് പറിച്ചു. വീണ്ടും കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ആവശ്യങ്ങൾക്കുള്ള തികയില എങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. ഈ ചേനയാണ് വിളവെടുത്ത് അവിയലിനും സാമ്പാറിൻ്റെ അകത്തും ഒക്കെ ഇടുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നതെല്ലാം വിഷം നിറഞ്ഞതാണ്. എന്നാൽ ഈ നമ്മുടെ ശരീരത്തിലെ വിഷങ്ങളെല്ലാം മാറ്റാൻ ഏറ്റവും ഗുണമുള്ളത് മഞ്ഞളാണ്. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി പലപ്പോഴും ശരിയായിട്ടുള്ള മഞ്ഞൾപ്പൊടി അല്ല. എന്നാൽ ഇത് ഒറിജിനലായിട്ട് നമ്മൾ കൃഷി ചെയ്ത് ഉണക്കിയെടുത്ത് നമ്മൾ തന്നെ പൊടിച്ച് നമ്മളിവിടെ ഉപയോഗിക്കുന്നുമുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. അതിനുള്ളൊരു മഞ്ഞൾ കൃഷിയാണ് ഈ കാണുന്നത്. ഓരോ കഷ്ടത വരുമ്പോഴും കർത്താവ് ഞങ്ങളെ ഇതിനു വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള ഞങ്ങളുടെ വിളിയെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്തായാലും ഭയങ്കര കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കർത്താവ് ഞങ്ങളെ കടത്തി വിട്ടു. അപ്പോഴും ഞങ്ങളുടെ വിളിയെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. കർത്താവിനെ മുമ്പിൽ കാണുന്ന ദിവസങ്ങളായിരുന്നു കോവിഡിൻ്റെ ആ സമയങ്ങൾ. ഒരുപാട് പ്രതികൂലങ്ങളിൽ കൂടിയാണ് ഗിൽഗാൽ ആശ്വാസം മുൻപോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. ശരിക്കും വളരെ മുൻകരുതലോടെ ഗവൺമെൻറ് എല്ലാ നിയമങ്ങളും പാലിച്ചൊക്കെ നമ്മൾ പോയെങ്കിലും എന്തുകൊണ്ടോ ഒരു ദിവസം തന്നെ 250-ൽ പരം പ്രിയപ്പെട്ടവർക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് അറിഞ്ഞ സമയം ഞങ്ങളാകെ മാനസികമായിട്ട് തകർന്നുപോയി. പക്ഷേ അതൊരു ദൈവപ്രവൃത്തിയായിരുന്നു എന്നും അതോടുകൂടി ദൈവം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു പ്രതികൂലം വന്നപ്പോൾ എന്തൊക്കെ ആയിത്തീരും, എത്രയോ പേര് മരിക്കുമെന്നൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ വലിയ കൃപയാൽ അധികം ആളുകൾ മരിക്കുവാനിടയാകാതെ അവർ ജീവൻ പ്രാപിച്ച് വരത്തക്ക നിലയിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ അതിന് ശേഷമുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ ഒരു വലിയ ദൈവ നടത്തിപ്പുകളായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഈ സ്ഥാപനത്തിന് സീനിയർ സിറ്റിസൺ കെയറിന് സ്റ്റേറ്റ് തലത്തിൽ ഒരു അവാർഡ് ലഭിക്കുന്നത് പോലും അതിന് ശേഷമാണ്. അതൊക്കെ ഒരു സംസ്ഥാന അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്രയും ചെറിയ രീതിയിൽ ആരംഭിച്ചൊരു സ്ഥാപനത്തിന് ഒരു മാനുഷികമായ അംഗീകാരവും ദൈവികമായ ഒരു അംഗീകാരവുമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ആഹാരത്തിന് വേണ്ടിയാണ് കൃഷി തുടങ്ങിയത്. അതും ചെറിയ രീതിയിൽ ആരംഭിച്ചു, അല്പം വിപുലമാക്കാനിടയായി. അതും നാട്, സർക്കാർ, ഈ സ്റ്റേറ്റ് ഞങ്ങളെ ആദരിക്കുവാനിടയായിത്തീർന്നു. 2021 മികച്ച പച്ചക്കറി കൃഷിയിൽ സ്റ്റേറ്റ് തലത്തിൽ ഒരു അവാർഡ് സർക്കാർ നൽകി ആദരിക്കുവാനിടയായിത്തീർന്നു.
അതൊക്കെ ദൈവം ഈ ഭവനത്തോടും ഞങ്ങളോടും കാണിച്ച ഒരു വലിയൊരു കരുണയായിട്ട് ഞങ്ങളതിനെ കാണുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ മുൻപിൽ ചെയ്യുവാനുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ആളുകളാണ് ഞങ്ങളെ സമീപിക്കുന്നത്. മാനസികമായി തകർന്നുപോയ നൂറുകണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രായമായ ആളുകൾ ഇന്ന് അനാഥത്വം അനുഭവിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും. ആ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ആ നിലയിൽ പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്യാൻസർ പിടിപെട്ടവരായി, സെർവൽ പാൾസി പിടിപെട്ടവരായി, ശരീരം തളർന്നു പോയ ആക്സിഡൻറ്റുകളുണ്ടായി, അവരുടെയൊക്കെ ശുശ്രൂഷയുടെ ആവശ്യം വരുമ്പോൾ അവരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്വാസം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് പങ്കിടുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പങ്കിടുക, നമ്മുടെ സമയം പങ്കിടുക, നമ്മുടെ നന്മകൾ പങ്കിടുക, നമ്മുടെ സ്നേഹം പങ്കിടുക. എങ്കിൽ മാത്രമേ നമുക്ക് യേശു പറഞ്ഞ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അത് വാക്കുകൾക്കപ്പുറമാണ്, അതൊരു പ്രസംഗത്തിനപ്പുറമാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. അതിനുള്ള ആഹ്വാനം നൽകുന്നു. ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിപ്പാൻ 75-ൽ പരം സേവന സന്നദ്ധരായിട്ടുള്ള ജോലിക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, കെയർ ടേക്കേഴ്സ്, നഴ്സസ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ഞങ്ങളോടൊപ്പം അവരും കാഴ്ചവെക്കുന്നു. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ഗിൽഗാൽ ആശ്വാസവൻ്റെ പ്രവർത്തനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഞങ്ങളിവിടെ ശാരീരിക ശുശ്രൂഷകളും മാനസിക പരിചരണവും ആത്മീയ പരിചരണവും നൽകി വരുന്നു. അവർ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കൊടുത്തതിന് ശേഷം അവരുടെ നഖം വെട്ടി, അവരുടെ ജടകളെല്ലാം മുറിച്ച് വൃത്തിയാക്കി, അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയറുകൾ ഇവിടെ നൽകി വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ നൽകി വരുന്ന ആളുകൾ ഡെയിലി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി റൊട്ടീൻസ്, രാവിലെ 5:30 ആകുമ്പോൾ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി, പല്ല് തേപ്പിച്ച് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ആഹാരം നൽകുന്നു. അതോടൊപ്പം നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് ഐ കെയർ, സ്കിൻ കെയർ, മൗത്ത് കെയർ, കത്തീഡ്രൽ കെയർ, അങ്ങനെ ശാരീരികമായിട്ടുള്ള എല്ലാ കെയറും അവർക്ക് നൽകി വരുന്നു. കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ശരീരം മുഴുവൻ അവർക്ക് ഓയിൽ പുരട്ടി അവരെ വൃത്തിയാക്കും. കാരണം മുരി പിടിച്ച ശരീരമായിരിക്കും, ഡ്രൈ സ്കിന്നായിരിക്കും. അന്നേരം അവർക്ക് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ സ്കിന്ന് നല്ല സോഫ്റ്റാകും. അങ്ങനെ സ്കിൻ പ്രോബ്ലം ഉണ്ടാകാതിരിക്കുവാൻ ഇടയാകും. അങ്ങനെയുള്ള കെയറുകൾ നൽകി വരുന്നു. 8:30 ആകുമ്പോഴാണ് ഞങ്ങളുടെ ആഹാരത്തിൻ്റെ ടൈം. ലേഡീസിന് 8:30-8:30ക്കാണ്, ജെൻസിന് 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് 12:30 ആകുമ്പോൾ ലേഡീസിൻ്റെ ലഞ്ചാണ്. 1 മണിക്ക് ജെൻസിൻ്റെ ലഞ്ചാണ്. 6:30ക്ക് വീണ്ടും ഡിന്നറാണ്. 6:30ക്ക് ലേഡീസിൻ്റെ ഡിന്നർ, 7 മണിക്ക് ജെൻസിൻ്റെ ഡിന്നർ. വെളുപ്പിനെ 3:30ക്ക് തുടങ്ങുന്ന ശുശ്രൂഷകളാണ് 10 മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ. 3:30 എന്ന് പറയുമ്പോൾ കിച്ചണിൽ 3:30 ആകുമ്പം കിച്ചൺ ഓപ്പൺ ചെയ്യും. മറ്റ് ശുശ്രൂഷകളൊക്കെ 5:30 മുതലാണ് ചെയ്തു വരുന്നത്. കാരണം ഇവിടെയുള്ള പലരും രോഗികളാണ്, ഷുഗർ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഡയറ്റ് നോക്കിയാണ് നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളത്. ചിലർക്ക് വാരി കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വായിൽ വാരി ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ആഹാരം വാരി കൊടുക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ചവച്ച് കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പം മിക്സിക്കകത്തിട്ടത് അരച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വായിൽ കൂടെ കഴിക്കാൻ പറ്റാത്തവരുണ്ട്. ട്യൂബിൽ കൂടി നമ്മൾ അത് സിറിഞ്ച് വഴി കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഫുഡ് കെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കെയർ വേണ്ടിയവർക്ക് അടുത്തുള്ള പുഷ്പേരി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ്, TMM ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നാൽ അങ്ങനെ ആ നിലയിലുള്ള കെയർ നൽകുന്നു. പിന്നെ ഡോക്ടേഴ്സിൻ്റെ സന്ദർശനമുണ്ട്. ഓതറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്നുള്ള ക്യാമ്പുകളും അവരുടെ സന്ദർശനമുണ്ട്. പരമാവധി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ കെയറും ഇവിടുന്ന് നൽകി വരുന്നു. ജാതി മത ഭേദമന്യെയാണ് ഇവിടെ ആൾക്കാരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ശരിക്കും അവരുടെ ജീവിതാവസാനം വരെ ഇവിടെയാണ് താമസിക്കുന്നത്. ചിലരൊക്കെ മരിക്കാറാകുമ്പോൾ
അവരുടെ ആഗ്രഹം ഇവിടെ തന്നെ സംസ്കാര ശുശ്രൂഷ നടത്തണമെന്നാണ്. ഏറ്റവും ആദരവോടെ ഏറ്റവും നല്ലൊരു സംസ്കാര ശുശ്രൂഷകരെ ഞങ്ങൾ നൽകി വരുന്നു. ഇവിടെ ആൾക്കാരെ ഏറ്റെടുക്കുന്നത് വിവിധ നിലകളിലാണ്. ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി കൊണ്ടുപോകാൻ ഇല്ലാതെ കിടക്കുമ്പോഴായിരിക്കും DMOയോ സാമൂഹ്യനീതി ഓഫീസറോ കളക്ടറോ ഒക്കെ ഞങ്ങളെ വിളിച്ച് പറയുന്നത്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരണം. പഞ്ചായത്ത് വാർഡ് തലത്തിൽ ചർച്ച് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ പോയി ഏറ്റെടുക്കുന്നതുമൊക്കെ ചെയ്യുന്നത്. അവരിവിടെ വന്നതിന് ശേഷം അവർക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ വന്നവരാരും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വളരെ സന്തോഷമായിട്ട് ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മോനാണ് മൂത്ത്, ഹാനോക്ക് എന്നാണ് പേര്. മോളാണ് രണ്ടാമത്തെ. മോളുടെ പേര് ഹന്ന എന്നാണ്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മോള് പത്തനംതിട്ടയാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. അവരിപ്പോൾ അജ്മാനിലാണ് കുടുംബമായിട്ട്. ലിജോ മോൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. മോന് കല്യാണം കഴിച്ചു. ഒരു ഷെറിൻ എന്നാണ് വൈഫിൻ്റെ ഞങ്ങളുടെ മോളുടെ പേര്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. മോൻ കുടുംബമായിട്ട് ഞങ്ങളോട് കൂടെ ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങായിട്ട് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഹാനോക്ക് ജേക്കബ്. എൻ്റെ പപ്പായ്ക്ക് ദൈവം കൊടുത്തൊരു ദർശനമാണ് ഗിൽഗാൽ ആശ്വാസ് ഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം. ഞാൻ LKG പഠിക്കുമ്പോഴാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മമ്മി, പപ്പ, പെങ്ങൾ, പിന്നെ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, ഓരോരോ ആൾക്കാർ കൂടിക്കൂടി വരുന്ന സമയമാണ് എൻ്റെ സ്കൂൾ ലൈഫിൽ. അപ്പോൾ സ്കൂൾ ജീവിതത്തിൽ ഞാൻ എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, വീട്ടിൽ ഇത്രയും പേരുണ്ടോ? കാരണം ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിൽ. അതായത് അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, പിന്നെ ചേട്ടന്മാരായി, ചേച്ചിമാരായി, ഇങ്ങനെ. അപ്പോൾ ഞാൻ ആ സ്കൂൾ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് മറ്റുള്ള ഒരു ഫാമിലി പോലെ അല്ല എൻ്റെ ഫാമിലി. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലിയാണ് എനിക്ക് മനസ്സിലാവാനിടയായി. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന പ്രായമൊക്കെ ആയപ്പോഴാണ് ഇതൊരു സ്ഥാപനവും ഇങ്ങനെ ഒരു ആൾക്കാരെ നോക്കുന്നൊരു ഇതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ കുഞ്ഞു നാൾ മുതലേ ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് വളർന്നു വന്നത്. അപ്പോൾ എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കുക, അവരെ കരുതുക, ഇങ്ങനെയുള്ള ആരുമില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു ആശ്വാസമാകണം, ഒരഭയമാകണം, അവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം. ഇങ്ങനെയൊരു ക്ലാസ്സിൽ കൂടെയാണ് എൻ്റെ പപ്പായും എൻ്റെ മമ്മിയും എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. അതിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ് ഞാനിന്ന് ഇവിടെ തന്നെ ഗിൽഗാലിൽ തന്നെ ആകാൻ, ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി എൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇടയായത്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചർ ഞാൻ ആരാകണം, ഏത് പഠിക്കണം എന്നുള്ള ഡിസിഷൻ്റെ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ പിതാവ് എന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനായിട്ട് കോയമ്പത്തൂർ അഡ്മിഷൻ എടുത്തു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വന്നു. ഇവിടെ എല്ലാവരോടും യാത്ര പറയേണ്ട ഒരു സമയമായി. അപ്പം ആ സമയത്ത് ഞാൻ എല്ലാവരോടും യാത്ര പറയാനായിട്ട് ചെന്ന സമയത്ത് എല്ലാവരും ചോദിച്ച ഒരു വാക്കാണ്, ഞങ്ങളെ വിട്ടിട്ട് പോവാണോ, ഇനി ഞങ്ങൾക്കാരാ ഉള്ളത്? ഈ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായ ഒരു വാക്കാണ്. കാരണം ഇനി ഞങ്ങൾക്കാരാ ഉള്ളത്, ഞങ്ങളെ വിട്ടിട്ട് പോവാണോ? ഈ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുവാനൊരു അവസരമുണ്ടായത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാൻ പപ്പയോടും അമ്മയോടും പറഞ്ഞു, പപ്പ ഞാൻ പഠിക്കത്തില്ല, ഞാൻ ഇവരെ വിട്ടു പോകാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ എൻ്റെ ആഗ്രഹം എനിക്ക് സൈക്കോളജി എടുക്കണമെന്നായിരുന്നു. അങ്ങനെ സൈക്കോളജി പഠിക്കുവാനും അതിനുശേഷം മാസ്റ്റേഴ്സ് MSW എടുക്കുവാനും ഇടയായി. അതിനുശേഷം ഫുൾ ടൈം ഗിൽഗാലി മിനിസ്ട്രി ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. ദൈവം സഹായിച്ച അനേക ആൾക്കാർക്ക്, അനേക മാതാപിതാക്കൾക്ക്, അനേക ചെറുപ്പക്കാർക്ക് ഒത്തിരി ആശ്വാസമാകാൻ ഈ സ്ഥാപനം ആകുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, ഞാൻ ഈ മിനിസ്ട്രിയിൽ ഒത്തിരി ഡെഡിക്കേറ്റഡായി ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു വിളി എനിക്ക് ഉണ്ടാകുവാനിടയായി. ഇനിയും നിൻ്റെ ജീവിതം ഇങ്ങനെ ആരുമില്ലാത്തവർക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊരു കോൾ എനിക്കുണ്ടാകാനിടയായി. അന്ന് രാത്രിയിൽ എൻ്റെ പപ്പായ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഇതുപോലെ ഒരു അഡ്മിഷൻ, റാന്നിക്കടുത്തൊരു അഡ്മിഷൻ്റെ കാര്യം പപ്പയോട് പറഞ്ഞു. പപ്പ എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങളെല്ലാവരും കൂടെ രാത്രി ഒരു 7:30 ആയപ്പോഴത്തേന് റാന്നിയിൽ ചെല്ലുവാനിടയായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കാണുന്നത് വലിയൊരു റബ്ബറും തോട്ടമാണ്. ആ റബ്ബറും തോട്ടത്തിനകത്തൊരു മോട്ടോർ പെരയ്ക്കകത്ത് ഒരു അമ്മയും മോളും നിൽക്കുന്നത് കാണുവാനിടയായത്.
അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ പോലീസുകാരുണ്ട്, പഞ്ചായത്ത് മെമ്പേഴ്സുണ്ട്, പഞ്ചായത്തിലെ ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അനേക ആൾക്കാരുണ്ട്. ഈ അമ്മയും മോളെയും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അനേക നാൾക്ക് ശേഷമാണ് ഇവരെ കണ്ടുപിടിക്കുന്നതും ഇവരെ ആ റൂമിൽ കാണുവാനിടയായതും. അങ്ങനെ നമ്മളെ വിളിച്ചു. നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് അവരുടെ കയ്യിൽ അവരെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ കയ്യിൽ മണ്ണും കല്ലും പിച്ചാത്തിയും മുളക് പൊടിയും ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് വരുന്ന ആൾക്കാരെ എതിർത്ത് നിൽക്കുവാനായിട്ട്. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരാണ് അവർ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടും വയലൻ്റായ ഒരു ബിഹേവിയർ ആയിരുന്നു അവർക്ക്. അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് മനസ്സിലായി ദൈവം ഇതെന്നെ പരിശോധിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുമോ, ഒരു എക്സാം പോലെയായിരുന്നു ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ആ അഡ്മിഷൻ എടുക്കുവാനിടയായത്. ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ദൈവനോട് പറഞ്ഞു, മകനെ നീ പോയി അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ സ്നേഹത്തോടെ പോയി ഏറ്റെടുത്തു. ഞാൻ ആ അമ്മയും മോളെയും ഞങ്ങൾ വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഈ വരുന്ന യാത്രയിൽ റാന്നിയിൽ നിന്ന് ഈ സ്ഥാപനം ഗിൽഗാലി വരെ വരുന്ന സമയത്ത് ഭയങ്കര വയലൻ്റ് ആയിരുന്നു വണ്ടിക്കകത്ത്. നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ അവർക്ക് പേടി, അവരെ കൊല്ലാൻ കൊണ്ടുപോവാണോ, അവരെ വേറെ എന്തെങ്കിലും കൊണ്ടുപോകണോ എന്ന് അവർക്ക് ടെൻഷൻ, പേടി. അപ്പം അത് ഭയങ്കരമായിട്ടും അവർക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഒത്തിരി പ്രയാസമായിരുന്നു. പക്ഷേങ്കിൽ അവർ ഇവിടെ വന്നപ്പോഴത്തേക്കിന്, ഗിൽഗാലി വന്നപ്പോഴത്തേക്കിന്, ഈ പടി കയറിയപ്പോഴത്തേക്കിന് അവർ നമ്മൾ കണ്ട ആളല്ല. ഈ ഗേറ്റ് ഡോറ് തുറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കിന് എൻ്റെ മമ്മിയായിരുന്നു. മമ്മിയോട് പറഞ്ഞു, എന്നെ മകളായിട്ട് കാണാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ദൈവമേ, എന്നെ ഞാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി അല്ല, എന്നെ പരിശോധിച്ചത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുവാനും മിനിസ്ട്രിക്ക് ഫുൾ ടൈം ഇറങ്ങുവാനിടയായി. എന്നെ ആ സമയത്ത് ചിന്തിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. ഒരു അമ്മയുടെയും ഒരു മകളുടെയും സ്നേഹബന്ധം. ഈ രണ്ടുപേരും ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം, ഈ മകൾക്കൊരു 28 വയസ്സോളം ഉണ്ട്. ഈ അമ്മ ഈ മകളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കാരണം ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കുമ്പോഴും ആ അമ്മയുടെ മടിയിൽ ആ മകളെ ഇരുത്തുന്നത്. കാരണം ആ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ കാണുവാനിടയായി. അപ്പോൾ ഇപ്പോഴത്തെ ലൈഫിലും നമ്മൾ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം. അവരൊരു കാരണവശാൽ നമ്മൾ കാരണം അവർക്കൊരു ഭാരമാകുവാനിടയല്ല. നമ്മുടെ വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്യാനിടയാകരുത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളൊരു ആശ്വാസമാകണം, അവർക്ക് ബലമാകണം, അവരെ എപ്പോഴും നമ്മൾ താങ്ങണം. അവരുടെ ഏത് സാഹചര്യത്തിൽ നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നമ്മളെക്കൊണ്ട് പറ്റണം. അപ്പം ഇന്ന് ഞാൻ ഗിൽഗാലിൽ ഫുൾ ടൈം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പ്ലാനും പദ്ധതിയും ഉള്ളതുകൊണ്ടാണ്. ഞാനും കുടുംബമായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. ഇവർക്ക് വേണ്ടിയുള്ള ആഹാരത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ തന്നെ കൃഷി ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വെജിറ്റബിള്, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്. ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തു, അത് കുറച്ച് വിപുലമായിട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ബനാന, ഏത്തക്കയൊക്കെ കൃഷി ചെയ്യാനും പൈനാപ്പിൾ, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സും കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പശുവിൻ്റെ പാലാണ് ഇവർക്ക് ചായയായിട്ടും മോരും തൈരും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ തന്നെ ഒരു ചെറിയ ഡയറി ഫാമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞുള്ളത് കുറച്ചൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയും കൂടെ ഒരു സംരംഭം കൂടെ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ രാവിലെ വന്നാൽ ആൾക്കാർക്ക് പച്ചക്കറിയൊക്കെ അന്നുള്ള ഫ്രഷായിട്ടുള്ള മായമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ വാങ്ങാനും അവസരങ്ങളുണ്ട്. സുമനസ്സുകൾ നൽകുന്ന സംഭാവന കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. പലരും വളരെ സന്തോഷത്തോടെ അവരുടെ ബർത്ത്ഡേ ഉള്ള ബന്ധത്തിൽ, വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് എന്തെങ്കിലും നന്മ നൽകുമ്പോൾ അതിൻ്റെ ഒരു പങ്കുമായിട്ടൊക്കെ വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ആഹാരമായിട്ടും സംഭാവനയായിട്ടും തരുന്നതുകൊണ്ടാണ് ഈ ഭവനം നടന്നു പോകുന്നത്. പലപ്പോഴും ഞങ്ങൾക്കത് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. വരുന്ന ആളുകൾക്കും അവർക്ക് വളരെ സന്തോഷത്തോടെയാണ് അവരുടെ സംഭാവനകൾ ഞങ്ങൾക്ക് നൽകുന്നത്. ഒരു നേരം ഇവിടെ 500 പേർക്കുള്ള ആഹാരമാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും രാവിലെ ഒരു 3:30 ആകുമ്പോൾ തുടങ്ങുന്ന ജോലികളാണ്. അതിൽ പ്രത്യേകിച്ച് ഇത്രയും പേർക്കുള്ള ആഹാരം വളരെ പെട്ടെന്നുണ്ടാകണം. അതിന് സ്റ്റീം യൂണിറ്റ് ഉണ്ട്. അതിലാണ് വിറക് കത്തിച്ച്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ആഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നു.
ആ സ്റ്റീം ഉപയോഗിച്ച് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാർ അല്ലെങ്കിൽ അങ്ങനെ വേവിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം അതിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ. ആ നിലയിലാണ് ആഹാര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലോണ്ട്രി ഉണ്ട്, അതുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ ആ ലോണ്ട്രിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും ഇവിടുത്തെ മാലിന്യവെള്ളം ശുദ്ധമാക്കാനുള്ള STP ഉണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുമൊക്കെ അത് ജൈവവളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ അങ്ങനെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ബയോഗ്യാസായിട്ട് മാറ്റുന്നു. അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാള്. ഇവിടെയാണ് 4 നേരവും ആഹാരം വിളമ്പുന്ന സ്ഥലം. തീരെ ക്ഷീണിതരായിട്ടുള്ളവർക്ക് വാർഡുകളിൽ കിടക്കയും ആഹാരം നൽകുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ കിച്ചൺ. ഇതിൻ്റെ അകത്താണ് സ്റ്റീമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് വെളുപ്പിനെ 3:30 മുതൽ രാത്രി ഏകദേശം ഒരു 8 മണി വരെ ഇവിടെ വർക്ക് നടക്കുന്നു. ഈ കലവറ ഒരു ദിവസവും ഷോർട്ടേജ് വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഇവിടെ നിന്നാണ് ഈ 500 പേർക്കുള്ള ആഹാരവും ഓരോ ദിവസവും ഒരുക്കപ്പെടുന്നത്. ഇവിടെയുള്ള ആവശ്യങ്ങൾക്കുള്ള സോപ്പും ലിക്വിഡ് സോപ്പ്, ലോഷൻ ഇതെല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഇവരിൽ തന്നെ ഒരുമാതിരി നോർമലായി വരുന്ന ആളുകളും ഇവിടെ ചേർത്ത് അവർക്കും ഒരു സ്വയം തൊഴിൽ പരിശീലനം എന്നതുപോലെ ആ നിലയിൽ ഇവിടെ ഈ നിർമ്മാണ യൂണിറ്റുണ്ട്. പ്രത്യേകിച്ച് കറ്റാർ വാഴ കൊണ്ടുള്ള സോപ്പ് അത് വളരെ ഫലവത്താണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള രോഗികൾക്ക് അവരുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ്. ആ സോപ്പ് ഇവിടെ നിർമ്മിച്ച് അതിവിടെ ഉപയോഗിക്കുന്നു. അത് ആവശ്യക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഇവിടെ ഒരു ഗാർഡൻ പോലെ കറ്റാർ വാഴ കൃഷി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ജെല്ലാണ് സോപ്പിന് ഉപയോഗിക്കുന്നത്. ആ ജെല്ല് സ്കിന്നിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ആ ജെല്ല് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്യൂസായിട്ടും ആ ജെല്ലിവിടെ ഉപയോഗിക്കാറുണ്ട്. കോവിഡ് കഴിഞ്ഞുള്ള നന്മയാണ് ഇതൊക്കെ കേട്ടോ. കോവിഡോടെ ഞങ്ങൾ തകർന്നു പോയല്ലേ. പക്ഷേ മനസ്സ് ഭയങ്കരമായിട്ടും എന്തോ ഒരു വിഷമം തോന്നി. ഇത്രയൊക്കെ മതി, എങ്ങനെയും ഇവരെ ഒന്ന് നന്നായിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആദ്യമായിട്ട് ചിന്തിച്ചൊരു സമയമുണ്ടായി. മാനസികമായിട്ടും എല്ലാം കൊണ്ട് ഞാൻ അതുപോലെ കോവിഡിന് ശേഷവും പിന്നെ ഉണ്ടല്ലോ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നൊന്ത് വേദനിച്ച ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ദൈവം കൈത്താങ്ങുന്നതുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഇത് 3.5 ഏക്കർ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. ഇങ്ങനെ നിങ്ങളുടെ തൊട്ട് ബാക്കിലൊരു സ്ഥലം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഇപ്പം ഞങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യമില്ല. പാസ്റ്റർ നല്ലപോലെ ആലോചിച്ചിട്ടാണ് ആണെന്ന് പറഞ്ഞു. പാസ്റ്ററെ എനിക്കിത് കണ്ടിട്ട് ഇത് ഗിൽഗാലിന് കിട്ടണമെന്നാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഒരു വിധത്തിലും ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു വിഷയം. വിട്ട് കഴിഞ്ഞിട്ട് പാസ്റ്റർ ഞാൻ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടം വന്നിട്ട്, കാരണം ഞങ്ങൾക്ക് ഈ നിയമം വന്നു ഈ ഓൾഡ് ഏജിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓൾഡ് ഏജ് എല്ലാവരും കൂടി ഒരുമിച്ച് അതിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ ഓൾഡ് ഏജിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇനി അവിടെ ഇനി ഒരു കെട്ടിടം പണിയാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ആവശ്യം മുമ്പിൽ കിടക്കുക. അപ്പം നാളെ നമുക്കത് ഞാനായിട്ട് ദൈവമേ എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടാന്ന് പറയാൻ ഞാൻ ആരാണ്? ദൈവമാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്. എൻ്റെ മാനുഷികത കൊണ്ട് ഞാനിത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടും മനുഷ്യരോടും കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. മനസ്സിലങ്ങ് ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ ഈ ദൈവദാസനെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ എന്തായി അതിനെ എങ്ങനെയാണ് എന്തോ വില ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അത് പാസ്റ്ററെ കച്ചവടമായിപ്പോയി പറഞ്ഞു. കച്ചവടമായിപ്പോയെന്ന് അറിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് സങ്കടമോ വിഷമമായി. അതും 60 ഫ്ലോട്ടാക്കി. അപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് പ്രശ്നം, പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തോടുള്ള പ്രശ്നം, പിന്നെ പ്രശ്നങ്ങളായി. അപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. ശരിക്കും നെടുമ്പാട് വീട്ടിൽ നേരെ ഓണറിൻ്റെ അടുത്തിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഓൾഡ് ഏജുകാരെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം, വേറെ എങ്ങും പോയി ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തില്ല, ഇപ്പം അതിനുള്ള ഞങ്ങൾക്ക് സാഹചര്യമില്ല. പക്ഷേ എന്നാലും വിശ്വാസത്തെ അയ്യോ പാസ്റ്റർ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെന്ന് പറഞ്ഞു. നാളെ എഴുതാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞു.
അപ്പോൾ ഇനി അവരോട് ചോദിച്ചെങ്കിൽ എന്തെങ്കിലും മറുപടി കിട്ടത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഒന്നും അടുത്തില്ല. കാരണം അവർക്ക് ഇത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ഫ്ലോട്ടാണ്. പറഞ്ഞ റിവ്യൂ ഞാൻ പറഞ്ഞു, ഗിൽഗാലിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾക്കൊരു ബിസിനസ്സിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് ഇറങ്ങി നടക്കാൻ സ്ഥലം വേണം. കാരണം ഇത്രയും ആൾക്കാരായി, ഇനിയും കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. പറഞ്ഞ് ലാസ്റ്റ് പുള്ളി അങ്ങ് സമ്മതിച്ചു. അന്നേരം തന്നെ ഉള്ള പൈസ അഡ്വാൻസ് കൊടുത്തു. പിന്നത്തെ ടെൻഷൻ അതിനേക്കാളും വലിയ ടെൻഷൻ, എങ്ങനെ ഇത് വാങ്ങും, അത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാകണ്ടേ. ഈ ഒരു വർഷം ശരിക്കും വിഷമിച്ചു. ഏതായാലും അവസാനമായപ്പോൾ ദൈവകൃപയാൽ ഇത് എഴുതാൻ സാധിച്ചു. അങ്ങനെയാണിത് കിട്ടിയത്. പക്ഷേ ആ ഒരു വർഷം ശരിക്കും പോകഞ്ഞു, മനസ്സ് നല്ലപോലെ വേദനപ്പെട്ടു. പക്ഷേ കർത്താവ് തന്നു. ഇനിയും ഇവിടെ ഓൾഡ് ഏജ് ആൾക്കാർ താമസിക്കും. ഇത് റോഡ് ഒരുപോലെ ആക്കി, ഇത് ഗേറ്റ് ആക്കിയിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരത്തക്ക പോലെ. അപ്പോൾ അവർക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം, അപ്പോൾ അവർക്ക് ഗ്രൗണ്ടൊക്കെ വേണം. ഈ സൈക്കാട്രി പേഷ്യൻസിനായാലും ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള റീഹാബിലേഷൻ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അതിനുള്ള സ്ഥലങ്ങൾ വേണം, അതിനുള്ള പ്രോജക്റ്റുകൾ വേണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിനെല്ലാം സെപ്പറേറ്റ് കൊച്ചു ഷെഡുകളും ബിൽഡിങ്ങുകളും ഒക്കെ വേണം. ഇതിനകത്ത് കെട്ടിടത്തിനകത്ത് ഇരുത്താൻ പാടില്ലെന്നാണ് നമുക്ക് തന്നെ അറിയാം. എന്ത് വിദ്യാഭ്യാസം ഉള്ളവരാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നറിയാമോ. പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അവർക്ക് റീഹാബിലേറ്റ് ചെയ്യണം. അപ്പം അതിനൊക്കെ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ എല്ലാ വാർഡുകളും ഫുള്ളാണ്. പക്ഷേ വളരെ അർഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഏറ്റെടുക്കാൻ, അവർക്കൊന്നും ഒരു അഭയം കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഒരു കെട്ടിടം പണിയുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നു. ആ കെട്ടിടം കൂടെ പൂർത്തീകരിച്ചാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ആ കെട്ടിടം. വയോധികരെ അങ്ങോട്ട് മാറ്റുവാനും ഇവിടെ സൈക്കാട്രി പേഷ്യൻസും മറ്റ് ബുദ്ധിമാന്ദ്യമുള്ളവരും അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ളവരെയൊക്കെ കുറച്ചുകൂടെ വിശാലമായി താമസിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.